വടക്കുമാറി കാടിനോട് ഇണങ്ങി ചേർന്ന് നിൽക്കുന്ന കൊട്ടിയൂർ എന്ന ദേശം. അവിടെ നീലി എന്ന പേരുള്ള ഒരു കൊച്ചു അടിയാത്തി പെൺകുട്ടി ഉണ്ടായിരുന്നു. ഇടതൂർന്ന കാർക്കൂന്തലും വാലിട്ടെഴുതിയ കണ്ണും മേലി പെണ്ണിന്റെ സൗന്ദര്യം ഇരട്ടിയാക്കി. കാടിനെയും കാട്ടുപൂഞ്ചോലകളെയും സ്നേഹിച്ച് അങ്ങനെ മേലി വളർന്നു. നമ്മുടെ സുന്ദരിയായ നീലയ്ക്ക് ഒരാഗ്രഹം. തനിക്കും അറിവ് നേടി ആരും കാണാതെ നീലയ്ക്ക് അറിവുകൾ പകർന്നു നൽകി നമ്മുടെ എഴുത്തച്ഛൻ. പിറ്റേന്ന് ആ നാടുണ്ടാകുന്നത് നീലിയുടെ മരണവാർത്തയായിരുന്നു. അവളുടെ ക്രോധത്തെ തടുക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല. ഒരു നാട് മുഴുവൻ കണ്ണീരിൽ കുതിർന്നു. പ്രകൃതി പോലും സങ്കടം സഹിക്കാതെ പൊട്ടിക്കരഞ്ഞു. പതിയെ പതിയെ ആ നാട്ടിൽ ഓരോ പ്രശ്നങ്ങൾ രൂപപ്പെട്ടു വന്നു തുടങ്ങി. കൃഷിയിടങ്ങൾ ഉണങ്ങി വരണ്ടു. തോടുകളും കാട്ടരുവികളും വറ്റി വരണ്ടു. ഇത് കോവിലകത്തെ ഒന്നടങ്കം പേടിപ്പെടുത്തി. എന്തോ വലിയ ദുരന്തം വരാൻ പോകുന്നു എന്നവർക്ക് മനസ്സിലായി. ഇതിന് പ്രതിവിധി എന്നോണം അവർ കാളകാട്ടിലെത്തി കാളകാട്ട് നമ്പൂതിരിയെ വിളിച്ചു വരുത്തി പ്രശ്നം വെച്ച് നോക്കി. ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. നീലി പുനർജനിച്ചിരിക്കുന്നു. ദിവസം കൂടുന്തോറും നീലി ശക്തി ആർജിച്ചുകൊണ്ട് അവളെ തടുക്കാൻ ആരെക്കൊണ്ടും സാധിച്ചില്ല. കുളത്തിൽ കുളിക്കാൻ വരുന്നവരെ അവളുടെ സൗന്ദര്യത്തിൽ മയക്കി താഴെയും എണ്ണയും കൊടുത്ത് വശീകരിച്ച് കുളത്തിൽ കൊണ്ടുപോയി. നടന്ന് ക്ഷീണിച്ച കാളകാട്ട് കുറച്ചു നേരം വിശ്രമിക്കാനായി കുളക്കടവിലിരുന്നു. താനിരിക്കുന്ന എതിർവശത്ത് ഒരു സുന്ദരിയായ സ്ത്രീരൂപം തന്നെ നോക്കിയിരിക്കുന്നത് നമ്പൂതിരി ശ്രദ്ധിച്ചു. എന്താ ക്ഷീണിച്ചോ? അവൻ വളരെ സൗമ്യതയോടെ നമ്പൂതിരിയോട് ചോദിച്ചു.
വളരെ ശാന്തമായി നമ്പൂതിരി അവൾക്ക് മറുപടി കൊടുത്തു. അതിനവൾ ആർത്തട്ടഹസിച്ചു. നമ്പൂതിരിയുടെ അടുത്തേക്ക് നടന്നു വന്ന അവൾ നമ്പൂതിരിക്ക് നേരെ താഴെയും എണ്ണയും നീട്ടി. എന്നാൽ നീലിയുടെ സകല മുൻവിധികളെയും തെറ്റിച്ചുകൊണ്ട് ഇത് തന്റെ അമ്മ തന്ന അമൃതാണെന്ന് പറഞ്ഞ് നമ്പൂതിരി അത് പാനം ചെയ്തു. നമ്പൂതിരിയുടെ അമ്മ എന്ന വിശേഷണത്തിൽ നീലിയുടെ മനസ്സലിഞ്ഞു. നമ്പൂതിരിയുടെ സ്ഥാനത്ത് നീലി തന്റെ പിതാവിനെ കണ്ടു. ആ കുഞ്ഞു മനസ്സ് പിടഞ്ഞു. തന്നെ സ്നേഹിച്ച ജനങ്ങളോട് താൻ വലിയ തെറ്റ് ചെയ്തു എന്ന ബോധം നീലിയിലുണ്ടായി. അങ്ങനെ നീലി തന്റെ കഥകൾ നമ്പൂതിരിയോട് വിവരിച്ചു. കഥ കേട്ട് മനസ്സ് നൊന്ന കാളക്കാട്ട് നമ്പൂതിരി തന്റെ കൂടെ വരാൻ നീലിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ നീലി പറഞ്ഞ കാര്യം കേട്ട് ആദ്യം നമ്പൂതിരി ഒന്ന് ഞെട്ടി. അസുരഗണത്തിൽപ്പെട്ട പുലിയും ദേവഗണത്തിൽപ്പെട്ട പശുവും ചേർന്ന് എവിടെ വാഴുന്നുവോ അവിടെ എന്നെ നീ കൂടിയിരുത്തുക. ഇത്രയും പറഞ്ഞ് അവർ രണ്ടുപേരും വടക്കോട്ട് യാത്ര ആരംഭിച്ചു. കാതങ്ങൾ ഏറെ കഴിഞ്ഞപ്പോൾ മാങ്ങാടുന്ന ദേശത്ത് നീലി പറഞ്ഞ പോലെ പുലിയും പശുവും ചേർന്ന് നിൽക്കുന്നത് നമ്പൂതിരിക്ക് കാണാൻ കഴിഞ്ഞു. അവിടെ ആ ഘോരവനത്തിനുള്ളിൽ നമ്പൂതിരി നീലിയെ തളിച്ചു. അവിടെയുള്ള ജനങ്ങൾ ഇന്നും നീലിയെ തങ്ങളുടെ ദേവതയായി കണ്ട് ആരാധിച്ചു പോകുന്നു. നീലിയായി വാഴ